കാത്തിരിപ്പുകൾക്കപ്പുറം കോട്ടകളില്ലാത്തൊരു സുരക്ഷിതത്വം സമ്മാനിക്കാൻ സമർപ്പണത്തിന്റെ മഹത്വം കൊണ്ടും നിസ്വാർത്ഥ സേവനത്തിന്റെ നീതി നിലപാടിന്റെയും സാന്നിധ്യമാണ് ഈ കന്യാസ്ത്രീകൾ. പക്ഷേ ഇന്ന് അവരോടുള്ള കേരളത്തിലെ നിലപാടും ഛത്തീസ്ഗഡിലും മറ്റും നടക്കുന്ന ആക്രമണങ്ങളും അതേ സേവനത്തെ ചോദ്യം ചെയ്യുന്നു. 50 വർഷങ്ങൾ ഒരാളുടെ ജീവിതത്തിലെ മികച്ച കാലഘട്ടം. ഈ സമൂഹത്തിനായുള്ള സമർപ്പണത്തിനായി അവർ വഴങ്ങിയപ്പോൾ പ്രാർത്ഥനകൾ അതിന്റെ ഭാഗമാവുകയായിരുന്നു. സിസ്റ്റർ ബ്രജിത്ത, സിസ്റ്റർ ഗ്രേസ്, എത്രയോ പേർ നിശബ്ദതയുടെ വഴിയിൽ ദൈവത്തെ അനുഭവിച്ചവരായിരുന്നു. ഒരു അമ്മ, ഒരു സഹോദരി, ഒരു അധ്യാപിക, ഒരു ശാന്തതയുടെ ദ്രുതവാഹിനി. അതാണ് സിസ്റ്റേഴ്സ്. വീടില്ലാത്ത പെൺകുട്ടികൾക്ക് വീടാകാൻ, രോഗികൾക്ക് ശാന്തമായ അകത്തളമാവാൻ, ദുരിതത്തിനിടയിൽ ഒറ്റപ്പെട്ടു പോയവരുടെ കൈപിടിച്ചു നിന്നവർ. അവരുടെ ജീവിതത്തിൽ ആദരവാണ് ജൂബിലി. പക്ഷേ ഇത് പന്തലും പൂക്കളും കൊണ്ടുള്ള ആഘോഷമല്ല. ഇത് ജീവനുള്ള ത്യാഗത്തിന്റെ സാക്ഷ്യമാണ്. ഇത് ആഘോഷത്തിന്റെ കാലമാണെങ്കിലും മറുവശത്ത് ഇരുണ്ട കാഴ്ചകൾ കന്യാസ്ത്രീകളുടെ ദൈനംദിന ജീവിതത്തെ ഭീഷണിപ്പെടുത്തുന്നു. പലയിടത്തും കന്യാസ്ത്രീകൾ ഗൂഢാലോചനയുടെ ഇരയാകുന്നു. മതപരിവർത്തനം എന്ന ആരോപണം അവരെ ആവരണം ചെയ്യുന്നു. ഒരു കന്യാസ്ത്രീയുടെ ശരിയായ ജീവിതം മതം മാറ്റാൻ വേണ്ടിയാണോ? അവൾ നൽകിയ ഭക്ഷണവും ചികിത്സയും ദൈവത്തെ കാണിക്കുന്ന വഴി മാത്രമല്ലേ? ഇവിടെയാണ് ഉത്സവവും ഇരുണ്ട വാസ്തവവും തമ്മിൽ കൂട്ടിയിടിക്കുന്നത്. ഒരു സ്ത്രീയുടെ സമർപ്പണ ജീവിതം മതേതര ഇന്ത്യയുടെ ആത്മാവാണ്. അതിനെ ആക്രമിക്കുന്നത് നമ്മുടെ സമൂഹത്തെ തന്നെ അശുദ്ധമാക്കുകയാണ്. ബൈബിളിൽ എഴുതിയതുപോലെ, നന്മ ചെയ്യുന്നതിനായി ശിക്ഷയേറ്റാൽ നിങ്ങൾ അതിനോട് ധൈര്യത്തോടെ സഹിക്കുകയാണെങ്കിൽ അതാണ് ദൈവത്തിന് പ്രസാദമായുള്ളത്. അവർക്ക് ഉത്സവം വേണം, പക്ഷെ സ്നേഹത്തോടെ ജീവിക്കാനുള്ള അവകാശം കൂടെ വേണം. അവർക്ക് സഭയുടെ സംഗീതം വേണം, പക്ഷേ ഭീതിയില്ലാതെ ദാരിദ്ര്യത്തോടെ മുഖാമുഖം നിൽക്കാനുള്ള അവകാശം കൂടെ വേണം. ജൂബിലി ആഘോഷങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ഈ ലോകം വേദനയിലായിരുന്നാലും സമർപ്പണം, നീതി, സ്നേഹം ഇവയിൽ നിന്നും ഒളിച്ചോട്ടമാകരുത്. ഈ ഭൂമിയിൽ പ്രകാശം നിലനിർത്തുക. സിസ്റ്റർ ബ്രജിത്ത്, സിസ്റ്റർ ഗ്രേസ്. നാൾ വഴികളിലൂടെ 1000 കാൽവെപ്പുകൾ. നിശബ്ദതയുടെ, പുഞ്ചിരിയുടെ, കരുതലോടെ കഥ എഴുതിയവരാണ് ഈ സിസ്റ്റേഴ്സ്. ഇന്നാണ് അവരുടെ സ്നേഹത്തിന്റെ, സേവനത്തിന്റെ, ആത്മസമർപ്പണത്തിന്റെ ജൂബിലി ആഘോഷിക്കുന്നത്. ആയിരങ്ങൾക്ക് അമ്മയായവർ, സഹോദരിയായവർ, ആശ്വാസമായവർ, ഇവരാണ് ഞങ്ങളുടെ സിസ്റ്റേഴ്സ്. അനാഥാലയങ്ങൾ, വിദ്യാലയങ്ങൾ, ആശുപത്രികൾ, വേദനയുടെ ഇരുണ്ട മുറികളിൽ ഹോപ്പ് എന്ന തെളിച്ചമായി അവർ എത്തുകയും ശരീരത്തിന്റെ ക്ഷീണത്തിൽ ആത്മാവിന് ശക്തിയായി അവർ നിലനിൽക്കുകയും ചെയ്തു. ഒരു കാലത്ത് അവർ വീടും കുടുംബവും വിട്ടിറങ്ങിയപ്പോൾ അവർക്കായി കാത്തുനിന്നത് കനിഞ്ഞു വെച്ചൊരു ജീവിതമായിരുന്നു. നിത്യജപവും കന്യകാത്വവും സമർപ്പണത്തിന്റെ കനിഞ്ഞ വഴികളും. അവർക്കായി ഉണ്ടാക്കിയ ഒരു പെരുന്നാൾ അവരുടെ ജൂബിലി. 25-50 വർഷങ്ങൾ ദൈവത്തിനും മനുഷ്യർക്കുമുള്ള ത്യാഗസമർപ്പണത്തിന്റെ സുവർണ ക്ഷണങ്ങൾ. ഈ ജൂബിലി ആഘോഷം ഒരു ആധുനിക സമൂഹത്തിന്റെ നേർക്കാഴ്ചയാണ്. സ്നേഹത്തിന് അതിരില്ല, സേവനത്തിന് മതമില്ല. മനുഷ്യ ഹൃദയങ്ങൾക്കിടയിലെ ദൈവത്തിനെ അനുഭവിച്ചിടത്താണ് വെറുതെയല്ല ജൂബിലി. അവർക്ക് നന്ദി പറയാൻ പറ്റിയ വാക്കുകളില്ല. പക്ഷേ നമുക്ക് ഒരേ സ്വരത്തിൽ പറയാം, സിസ്റ്റേഴ്സ്, നിങ്ങൾക്ക് നമസ്കാരം. നിങ്ങളുടെ സേവനങ്ങളും സ്നേഹവും നമുക്ക് ഒരുപാട് വരം. ഈ ജൂബിലി ആയിരങ്ങൾക്കായി മാതൃകയായി നിൽക്കുന്ന ജീവിതങ്ങളുടെ ആഘോഷം മാത്രമല്ല, ഇനി വരുന്ന തലമുറകളെ ചിന്തിപ്പിക്കാൻ കഴിയട്ടെ. ഇന്നത്തെ ദിവസം ദൈവത്തിൻ്റെ അനുഗ്രഹമായിരിക്കും. നിത്യസേവനത്തിന്
എക്കാലവും ഒരു തിരുശ്രദ്ധയായി നിൽക്കട്ടെ. സിസ്റ്റർ ബ്രജിത്ത്, സിസ്റ്റർ ഗ്രേസ്, നിങ്ങളുടെ ജീവിതം ദൈവസ്നേഹത്തിന്റെ ദീപമാകട്ടെ. ജൂബിലി ആശംസകളോടെ